ഷെപ്പി സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ചാനലിൽ വന്നിട്ട് ആർക്കും വെള്ളം തന്നിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കിടിലൻ ക്യാരറ്റ് ഷേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ടേസ്റ്റിയായ ഹെൽത്തി ആയ ഒരു ഷേക്കാണിത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമ്മൾക്ക് ജ്യൂസ് അടിക്കേണ്ട ക്യാരറ്റിനെ പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ക്ലീൻ ചെയ്ത ക്യാരറ്റ് കുക്കറിലേക്ക് ഇട്ട് അതിൽ ആവശ്യമായ വെള്ളം ഒഴിച്ച് ലിഡ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. നിങ്ങൾക്കറിയാം, ക്യാരറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. പലരും കഴിക്കാൻ മടിക്കും, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കൺസ്യൂം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ 2 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലുള്ള വെള്ളം കളഞ്ഞിട്ട് ക്യാരറ്റ് എടുക്കാം. ചിലർ വിചാരിക്കും ക്യാരറ്റ് പുഴുങ്ങാനൊക്കെ പണിയല്ലേ എന്ന്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പുഴുങ്ങിയാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷേക്ക് കിട്ടുകയും ചെയ്യും. അതുമല്ല, ഈ പുഴുങ്ങിയ ക്യാരറ്റിനെ നമ്മൾക്ക് ഒരാഴ്ചത്തോളം ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാം. ഇനി ഒരു ജ്യൂസ് ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് പുഴുങ്ങിയ ക്യാരറ്റ് ഇടാം. അതിലേക്ക് ഇനി 2 കപ്പ് തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ തണുത്ത പാലാണ് എടുത്തത്. നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള ഷേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കട്ടയായിട്ടുള്ള പാൽ തന്നെ യൂസ് ചെയ്യണം. എൻ്റെ ഷേക്കിന് അധികം തണുപ്പുണ്ടായിരുന്നില്ല. ഇനി അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മേഡ് കൂടി ആഡ് ചെയ്ത് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നാട്ടിൽ ചൂടൊക്കെ അല്ലേ, നമുക്ക് ഇതിൽ മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ക്യാരറ്റിൻ്റെ മണ്ണിൻ്റെ സ്മെല്ല് ഉണ്ടാകുന്നില്ല. അതാണ് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമ്മൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് വേവിക്കുമ്പോൾ തന്നെ കാഷ്യൂനട്ട് കൂടിയിട്ട് അതുകൂടിയിട്ട് ബ്ലെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടിടാം, പിന്നെ നട്ട്സ് ചോപ്പ് ചെയ്തിട്ടിടാം. അങ്ങനെ കുട്ടികളുടെയൊക്കെ ഇഷ്ടപ്രകാരം അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. ഇപ്പം ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് 4 ഗ്ലാസ്സാണ് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് അതിന് മുകളിൽ പിസ്ത പൊടിച്ചത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. കുട്ടികൾക്കൊക്കെ കൊടുക്കണം, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം എന്തായാലും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.